സഞ്ജു വീണ്ടും അതുപോലെ തന്നെ ഔട്ടായി. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ വീണ്ടും മൂന്നാമത്തെ 2020 ഔട്ടായി. നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു ട്രിഗർ മൂവ്മെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ ട്രിഗർ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഓക്വേർഡ് പൊസിഷനിലേക്ക് പോയിട്ട് ക്യാച്ച് ആവുന്നത് പറഞ്ഞായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ കളി സഞ്ജു ആ ട്രിഗർ മൂവ്മെൻറ്റ് കുറച്ചായിരുന്നു. എന്നാലും ഇൻസ്റ്റിങ്റ്റീവായിട്ട് ഇപ്പോൾ ആ ഒരു സ്റ്റൈലുള്ളത് കൊണ്ട് ഇടയ്ക്കിങ്ങനെ ഒന്ന് ബാക്ക് ഫുട്ട് പുറകിലേക്ക് വെച്ചെങ്കിലും അത് മനഃപൂർവ്വം ഇങ്ങനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കളിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ കളിയിൽ ക്യാച്ച് മറ്റേ ലെഗ് സൈഡിലേക്ക് പോകാതെ നേരെ മിഡ് ഓണിൽ ക്യാച്ച് പോയത്. IPL കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, IPL ശിവമവി അങ്ങനെ ആ ഭാഗത്ത് മിഡ് ഓൺ ഷോർട്ട് മിഡ് വിക്കറ്റിലൊക്കെയാണ് ക്യാച്ച് എടുത്ത് ഔട്ടായത് ശിവമവിയുടെ പന്തിൽ. അപ്പോൾ അന്നും ട്രിഗർ മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. ഇന്നിപ്പം അതുപോലെ തന്നെ ട്രിഗർ മൂവ്മെൻറ്റ് അടക്കി നിർത്തിയിട്ട് കളിച്ചപ്പോൾ അവിടെ തന്നെ ക്യാച്ച് പോയി. ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഷോർട്ട് ബോളിൽ അത്ര മോശമൊന്നുമല്ല, നന്നായിട്ട് ഷോർട്ട് ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഇതിപ്പോൾ ഷോർട്ട് ലെങ്ത് ഡെലിവറി അല്ല. ഇപ്പോൾ ഷോർട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഹുക്ക് ചെയ്യാനോ പുള്ളി ചെയ്യാനോ പറ്റുന്ന ഒരു ഡെലിവറി അല്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഫ്രണ്ട് ഫുട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡെലിവറി ആണെങ്കിൽ തന്നെ കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ഇതിനെ ടാക്കിൾ ചെയ്യാനൊക്കെ പറ്റും, കാരണം സ്കിൽ സെറ്റുള്ള പ്ലെയറാണ് സഞ്ജു. ശരിക്കും ഇത് ഈ എന്താ പറയുന്നത്, ഈ പന്ത് അതായത് ബാറ്റിങ്ങിലെ കഴിവിനേക്കാളും ഈ ഒരു മെൻ്റൽ ബ്ലോക്കാണ് ഇപ്പോൾ ശരിക്കും. സഞ്ജുവിന് അറിയാം എനിക്ക് എതിരെ അറിയാൻ പോകുന്ന ഈ പന്താണ്, അപ്പോൾ ഞാൻ ഇതിനെ കൗണ്ടർ ചെയ്ത് 1-2 ബൗണ്ടറി അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഈ പ്ലാനിൽ നിന്ന് മാറും, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. 2020 എന്നല്ല, ഏത് ഇതിലാണെങ്കിലും ഏത് ഫോർമാറ്റിലാണെങ്കിലും എല്ലാ പന്തും ബൗണ്ടറി അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ടീം മാനേജ്മെൻറ്റൊക്കെ പറഞ്ഞിരിക്കുന്ന നന്നായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ട് സഞ്ജുവിനെ, കാരണം പോയി അടിച്ച് കളിച്ചോ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിന് ഇവിടെ എത്ര പെർഫോം ചെയ്താലും പോരാ എന്നുള്ള ഒരു മറുപടിയാണ് ടീം മാനേജ്മെൻറ്റിൽ നിന്ന് പൊതുവെ സഞ്ജുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീം മാനേജ്മെൻറ്റിന് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊരു മറുപടി ടീം മാനേജ്മെൻറ്റിന് കൊടുക്കേണ്ടതുണ്ട്. സഞ്ജുവിന് മേലെ അങ്ങനെ ഒരു അധിക ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിലെ വേറെ ആർക്കും അങ്ങനെയില്ല. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇവൻ വരുൺ ചക്രവർത്തിക്കുണ്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയ ഒരു സാധനം. അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ എത്ര പെർഫോം ചെയ്താലും വീണ്ടും അത് തെളിയിക്കേണ്ട ബാധ്യത വരുന്നുള്ളൂ. ഫോമിലാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത, കൺസിസ്റ്റൻ്റ് ആണെന്ന് തെളിയിക്കേണ്ട ബാധ്യത, അങ്ങനെയൊക്കെ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഇന്ത്യൻ ടീമിൽ. അപ്പോൾ അതിലൊരാളാണ് സഞ്ജു. അതുകൊണ്ട് സഞ്ജുവിന് ഈ ഒരു പ്രഷറുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്ത് കിടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ മെൻ്റലി ആ ഒരു സാധനം ഇതിൽ പുറത്ത് കിടന്നാൽ തന്നെ ഈ ലെങ്ത്തിലുള്ള പന്തുകൾ ഇപ്പം തട്ടിയിട്ട് സിംഗിൾ എടുക്കാനോ അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും, ഈ ഷോട്ട് 6 or 4 ഒക്കെ അടിക്കാൻ നോക്കുന്നതിന് പകരം. അപ്പോൾ ഈ സഞ്ജു ഇങ്ങനെ ഈ ക്രൂശിക്കപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ രക്ഷപ്പെട്ട് പോകുന്ന വേറൊരു പ്ലെയർ സൂര്യകുമാർ യാദവ്. ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, സൂര്യ കുറേ നാളായിട്ട് ഫോമിലല്ല, 2020 ഫോമിലല്ല. അപ്പോൾ പക്ഷേ സൂര്യയ്ക്ക് ഈ ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട് സൂര്യ ഫോമിലല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചർച്ചയൊന്നും ഇങ്ങനത്തെ പോസ്റ്റ്മോർട്ടം ഒന്നും സൂര്യയ്ക്ക് ഏൽക്കേണ്ടി വരുന്നില്ല. കാരണം സൂര്യ ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു പ്ലെയറാണ്. 2020 ഫസ്റ്റ് റാങ്കിലുണ്ടായിരുന്ന പ്ലെയറാണ്. എന്താ പറയുന്നത്, ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് 2020 ഫോർമാറ്റിൽ കളിച്ച ഒരു പ്ലെയറാണ്. അപ്പം സൂര്യക്ക് കുറേ കൂടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ സൂര്യക്ക് കുറച്ചുകൂടെ അതിനകത്തൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടും ഫോമിലേക്ക് വരാനും ഒക്കെ. പക്ഷേ സൂര്യ ക്ലിയർലി സ്ട്രഗിൾ ചെയ്യാണ്. പഴയ സൂര്യൊന്നുമല്ല, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് സൂര്യ തിരിച്ചു വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഈ സൂര്യ ഷോട്ട് കളിക്കുന്ന രീതി എടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞ ഒരു പക്ഷേ സഞ്ജുവിന് ഈ ഇംഗ്ലണ്ട് ബോളർമാരുടെ ഒരു തന്ത്രത്തിന് രക്ഷപ്പെടാൻ പറ്റും. സൂര്യ ഇങ്ങനെ ക്രീസിന് അകത്തേക്ക് നിന്നിട്ട് പന്ത് ഫൈൻ ലെഗിന് മുകളിലോട്ട് ഒരു 6 അടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, തലയുടെ മുകളിൽ നിന്ന് എടുത്തിട്ട് പന്ത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ശ്രമിക്കാവുന്ന ഒരു സാധനമാണ്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഷോട്ടല്ല. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും
ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ട്രിഗർ മൂവ്മെൻറ്റ് കുറച്ച് കുറച്ചത്. എന്തായാലും വരുന്ന മാച്ചുകളിൽ അത് പരിഹരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.